കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലിയോ 14 പാപ്പ ഫ്രാൻസിലേക്ക്. വത്തിക്കാൻ AI കമ്മീഷന് രൂപം നൽകി. നൈജീരിയയിൽ ബോക്കോ ഹറാം ക്രൈസ്തവരുടെ തലയറുത്തു. രാഷ്ട്രീയ നേതാക്കളുടെ മുഖങ്ങൾ അന്ത്യത്താഴ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കാർട്ടൂണിനെതിരെ വ്യാപക പ്രതിഷേധം. സഹസന്യസ്തരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കന്യാസ്ത്രീ മുങ്ങി മരിച്ചു. വാർത്തകൾ വിശദമായി. ലിയോ 14 പാപ്പ ഫ്രാൻസിലേക്ക്. ലിയോ 14 പാപ്പയുടെ അടുത്ത അപ്പസ്തോലിക പര്യടനം ഫ്രാൻസിലേക്ക്. സെപ്റ്റംബർ 25 മുതൽ 28 വരെ തീയതികളിലാണ് പാപ്പയുടെ ഫ്രാൻസ് പര്യടനം. 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പാപ്പ ഫ്രാൻസ് സന്ദർശിക്കുന്നത്. ലിയോ പാപ്പയ്ക്ക് മുൻപ് ഫ്രാൻസ് സന്ദർശിച്ചിട്ടുള്ളത് ബെനഡിക്ട് 16 പാപ്പയായിരുന്നു. വത്തിക്കാൻ AI കമ്മീഷന് രൂപം നൽകി. നിർമ്മിത ബുദ്ധി എന്ന പ്രതിഭാസത്തിന്റെ വളർച്ചയും പൊതുജനങ്ങൾക്കിടയിൽ അടുത്തിടെയുണ്ടായിട്ടുള്ള അതിന്റെ കൂടുതലായ ഉപയോഗവും മനുഷ്യന്റെ മേലും പൊതുവായ മാനവികതയുടെ മേലും അതുണ്ടാക്കിയേക്കാവുന്ന മാറ്റങ്ങളും മനുഷ്യരുടെ അന്തസ്സുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മനുഷ്യരുടെ സമഗ്ര വികസനം സംബന്ധിച്ച് സഭയ്ക്കുള്ള പ്രത്യേക പരിഗണനയും കണക്കിലെടുത്താണ് ലിയോ പാപ്പ AI കമ്മീഷന് രൂപം നൽകിയിരിക്കുന്നത്. നൈജീരിയയിൽ ബോക്കോ ഹറാം ക്രൈസ്തവരുടെ തലയറുത്തു. നൈജീരിയയിൽ ബോക്കോ ഹറാം 7 ക്രൈസ്തവരുടെ തലയറുത്തു. ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ബോക്കോ ഹറാം നൈജീരിയയിലെ ക്രൈസ്തവരുടെ പേടി സ്വപ്നമാണ്. ക്രൈസ്തവരെ വിടാതെ പിന്തുടർന്ന് വേട്ടയാടുകയാണ് ഇക്കൂട്ടർ. അബുജയിലാണ് ഇപ്പോൾ ഈ അനിഷ്ട സംഭവം നടന്നിരിക്കുന്നത്. ബോക്കോ ഹറാം പോലെയുള്ള തീവ്രവാദ സംഘടനകളെ ഭയന്ന് ക്രൈസ്തവർ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കളുടെ മുഖങ്ങൾ അന്ത്യത്താഴ് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയ ടൈംസ് ഓഫ് ഇന്ത്യയുടെ കാർട്ടൂണിനെതിരെ വ്യാപക പ്രതിഷേധം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ കേരള എഡിഷനിൽ യേശുവിന്റെ അന്ത്യത്താഴ് ചിത്രത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ മുഖങ്ങൾ നൽകിയ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം. യേശു ക്രിസ്തുവും ശിഷ്യന്മാരും പങ്കെടുത്ത അന്ത്യത്താഴത്തിന്റെ സ്മരണയിൽ രാഷ്ട്രീയ നേതാക്കളെ വരച്ചു ചേർത്ത് ഉയർത്തെഴുന്നേൽപ്പ് അഥവാ നാടുകടത്തൽ എന്ന തലക്കെട്ടോടെയാണ് ചിത്രം പ്രസിദ്ധീകരിച്ചത്. ഇതിനെതിരെ കത്തോലിക്ക കോൺഗ്രസ്, ഗ്ലോബൽ യൂത്ത് കൗൺസിൽ, സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ്, KLCA എന്നിവ പ്രതികരിച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസത്തെയും പാവനമായ പ്രതീകങ്ങളെയും അവഹേളിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി. സഹസന്യസ്തരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കന്യാസ്ത്രീ മുങ്ങി മരിച്ചു. ഇറ്റലിയിലെ സിസിലിയിൽ കടലിൽ മുങ്ങിത്താഴ്ന്ന സഹസന്യസ്തരെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് ബ്രസീൽ സ്വദേശിയായ സിസ്റ്റർ നാത്യ സാന്റോസ് ഡാ സിൽവ മുങ്ങി മരിച്ചത്. കാർമലൈറ്റ് മെസഞ്ചേഴ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് അംഗമായിരുന്നു. സിസ്റ്ററുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാത്തലിക് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി വെള്ളിയാഴ്ച കണ്ടുമുട്ടാം. നന്ദി.